അല്ലാഹുവേ അസ്സദഖത്തുറത്തുൽ ബലാ വിപത്തിനെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങള്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണമടാ ചെറുപ്പക്കാരാ. ഒരടയാളവുമില്ലടാ പൊന്നുമോന്, ഒരടയാളവുമില്ലടാ പൊന്നുമോന്. പടച്ചവനെ, എൻ്റെ കൂടെ വരുന്ന സുൽഫി എന്ന ചെറുപ്പക്കാര്, അല്ലാഹുവേ അവൻ്റെ കുടുംബത്തിലൊരു സഹോദരൻ പടച്ചവനെ ഒരു ശർദ്ദലുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയതാ. റബ്ബേ, ക്രിയാറ്റിൻ 27 ഡോക്ടർമാര് പോലും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. മോനെ, ഒരടയാളവുമില്ലടാ ചെറുപ്പക്കാരാ. എത്രയോ പെട്ടെന്നാണ് ചെറുപ്പക്കാര്, എത്രയോ പെട്ടെന്നാണ് കിഡ്നി രോഗികൾ ഇങ്ങനെ വർദ്ധിക്കുകയാ. പോയതിനു ശേഷം പിന്നെ ഒരു തിരിച്ചു വരവ് വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് കൊടുത്തോ, സദഖയ്ക്കത് തട്ടി മാറ്റാൻ കഴിയും ചെറുപ്പക്കാരാ. പെങ്ങള്, നിന്നെ പോലെ ഒരു പാവപ്പെട്ട പെണ്ണിനല്ലേ, നിന്നെ പോലെ മോഹമുള്ള, സ്വപ്നമുള്ള, ആഗ്രഹങ്ങളുള്ള, പ്രതീക്ഷകളുള്ള ഒരു പാവപ്പെട്ട പൊന്നുമോളുടെ വിവാഹത്തിന് വേണ്ടിയല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹു നിന്റെ ജീവിതത്തിലെ സർവ്വ മുസീബത്തുകളും മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരാ, മുത്തുനബിയാണ് അവിടെന്ന് പറയുന്നത്. ഒരു നല്ല കാര്യം പറയപ്പെട്ട ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്. മറ്റാരെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, മറ്റാരെങ്കിലും ആ നന്മ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണമല്ലോ എന്നൊരാഗ്രഹമുണ്ടല്ലോ, എന്നൊരു നീയത്തുണ്ടല്ലോ. അത് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയമുള്ള സഹോദരാ, ഒരുപാട് പാവപ്പെട്ട പെൺമക്കളുണ്ടല്ലോ. പടച്ചവനെ, എങ്ങനെയാ ഉസ്താദേ എൻ്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കുന്നത്? എന്ത് ചെയ്യണമെന്നറിയാതെ വീടിൻ്റെ അകത്ത് കിടന്ന് കരയുന്ന പാവപ്പെട്ട ഉമ്മമാരുടെ കണ്ണുനീരൊപ്പാര്. 25, 28, 30 വയസ്സായിട്ട് വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് വീടിൻ്റെ അകത്തിരിക്കുകയാണ്. തൻ്റെ കൂടെ പഠിച്ചവർ മുഴുവനും മക്കളുമായി ജീവിക്കുന്നത് കാണുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വീടിൻ്റെ അകത്ത് കഴിയുന്ന പാവപ്പെട്ട യതീമായ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് ജീവിതമുണ്ടാക്കുന്നതിന് വേണ്ടിയാ, അവരുടെ കണ്ണുനീരൊന്ന് ഒപ്പുന്നതിന് വേണ്ടിയാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു മത്സരം നടത്താം. അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, പടച്ചറപ്പിന്റെ സ്വർഗത്തിന് വേണ്ടി ഒരു മത്സരം നടത്താ. നിങ്ങൾ തയ്യാറാണോ? അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നതാരല്ല. അല്ലാഹുവേ, കഴിഞ്ഞ വർഷം ഇതേ വഅദിന്റെ സദസ്സിലിരുന്നു കൊണ്ട് പടച്ചവരെ, ഉസ്താദേ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ തരാ. ഒരുപാട് പേര് പടച്ചവര് നിയത്ത് ചെയ്തു തമ്പുരാര്, കരുണക്കടലായ അല്ലാ, ആരെല്ലാം സദഖ കൊടുത്തോ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. പടച്ചവനേ, ഈ കൊടുത്തവർക്ക് നാളെ നീ സ്വർഗം നിന്റെ ഓശാരമായി കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവര്, മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന സദസ്, അത് ദുആയിക്ക് ഇജാബത്തുള്ള സദസാണ്, ദുആയിക്ക് ഉത്തരം കിട്ടുന്ന സദസാണ്. അല്ലാഹുവേ, അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ കൊടുക്കുന്നതൊന്നും വെറുതെയല്ല. നിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുള്ളപ്പോൾ കൊടുക്കുന്നതിനെ
ഗുണക്കാരൻ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉള്ളതിൽ പങ്കു കൊടുക്കുമ്പോഴാ നീ ഏറ്റവും ആവശ്യക്കാരനായി ഇരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. കോടികളുള്ളവൻ ഒരു പവൻ കൊടുക്കുന്നതല്ല. പടച്ചവനെ വാടക വീട്ടിൽ കിടക്കുന്നവൻ 1 രൂപ കൊടുത്താ അതിന് 1 ലക്ഷത്തിന്റെ വിലയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ കൊടുത്തത് വെറുതെയല്ല, ഈ കൊടുത്തത് വെറുതെയല്ല. നീ മരിക്കുന്ന സമയത്ത് അല്ലാഹു നിനക്കിതിന്റെ പ്രതിഫലം കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വന്നപ്പോ 10 രൂപ ഇട്ട വാപ്പാ, നിനക്കല്ല കാണിച്ചു തരും വാപ്പാ. നീ കൊടുത്ത 10 രൂപയുണ്ടല്ലോ, ഈ 10 രൂപയുടെ പ്രതിഫലം അല്ലാഹു കാണിച്ചു തരും. അബ്ശിറൂ ബിൽ ജന്നാ. മരണവപ്രാളത്തിൽ കിടന്ന് പിടയുന്ന സമയമുണ്ടല്ലോ, ആ മരണവപ്രാളത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. പടച്ചവനെ, ആ മരണസമയമുണ്ടല്ലോ, അതാ ചുറ്റുഭാഗത്ത് മുഴുവനും മലക്കുകൾ കൂടി നിന്നിട്ട് പറയുകയാ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്കുകൾ ഇങ്ങനെ നിന്നോട് പറയുന്ന രംഗമുണ്ടല്ലോ, അല്ലാഹുവേ, ഈ കൊടുത്ത 10 രൂപയ്ക്ക് പ്രതിഫലമുണ്ട് വാപ്പാ. നീ കൊടുത്ത 1 രൂപയാകട്ടെ, ആ 1 രൂപയുടെ പ്രതിഫലം നീ കാണുമെന്നല്ലയാ പറഞ്ഞത്. അല്ലാഹു പറയുകയാ, നിനക്ക് റബ്ബ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം കേൾക്കടോ. ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി വള്ളതിൽ പങ്കു കൊടുത്തവര്, തന്റെ ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയിട്ട് കൊടുത്ത പെങ്ങള്, അല്ലാഹു പറയുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വഅബ്ശിറൂ ബിൽ ജന്നാ. മരിക്കുമ്പോ സ്വർഗം കാണാമുമ്മോ. സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. മരിച്ചു കിടക്കുന്നവർ ചിരിക്കുന്നത് വെറുതെയല്ല. അവരെന്തെങ്കിലും കോമഡി കണ്ടിട്ട് ചിരിച്ചതല്ല, തമാശ പോർത്തിട്ട് ചിരിച്ചതല്ല. പിന്നെ പടച്ചവനെ, 70,000 മലക്കുകൾ കയ്യും കാല് പിടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അവര് ചിരിക്കണമെങ്കിൽ വെറുതെ ചിരിക്കൂല വാപ്പാ. കാരണം അല്ലാഹുവേ, നീ ഒരുപാട് മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ. കണ്ണ് തെള്ളിയിട്ട് വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് മൃഗങ്ങളെ കിടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചു മുഖമെല്ലാം കറുത്ത് കരിവാളിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു കിടക്കുന്നവരെ നീ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ സംഭവിച്ചത് എങ്ങനാ വാപ്പാ? അവര് അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടെന്നറിയോ? മരണത്തിന്റെ വേദന കാരണമാ. നരകം കണ്ടു പേടിച്ചിട്ടാ. പടച്ചവനെ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ തമ്പുരാര്. എങ്കിലോ നെറ്റിത്തടം വിയർത്തു, മൂക്കിന്റെ ദ്വാരം വികസിച്ചു, മുഖത്തതാ പ്രകാശം, ചുണ്ടില് പുഞ്ചിരി. അല്ലാഹുവേ, ഇത് വരാനുള്ള കാരണം സ്വർഗം കണ്ടതാണ് വാപ്പാ. അല്ലാഹുവിന്റെ സ്വർഗം മലക്കുകൾ ഇങ്ങനെ കാണിക്കുകയാ. നീ കൊടുത്തതിന്റെ പ്രതിഫലം കണ്ടു, നീ ചെയ്ത നന്മയുടെ പ്രതിഫലം കണ്ടു. ഇതാ സ്വർഗം, ഇതാണ് റബ്ബ് നിനക്ക് തരുന്നത്, ഇതാണ് മോനെ. നോക്കടാ, നോക്കടാ, ഈ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കടാ വാപ്പാ. നിനക്ക് അല്ലാഹു കാണിച്ചു തരും. ഈ പാവപ്പെട്ട പെമ്മക്കളുടെ വിവാഹത്തിന് വേണ്ടി നീ കൊടുത്തതിന്റെ പ്രതിഫലം നീ കണ്ടേ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവേ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ്. ഞാനല്ല പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും പൈസ തരാ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറയുന്നതല്ല. അല്ലാഹു പറയുകയാ വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന ആകാശത്ത് നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പടച്ചവന്റെ അനുഗ്രഹമായ മഴ പെയ്തിറങ്ങുന്ന രാത്രിയിൽ പടച്ചവരെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരാരുമില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി പടച്ചുറപ്പ് തന്നതിന്റെ 99 നീ എടുത്തു. അതിൽ ഒരൽപ്പം ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ അടിമയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം, അല്ലാഹു തരുന്ന പ്രതിഫലം ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ഒരു ദിവസം നിനക്ക് വരാറുണ്ട് അല്ലാഹുവേ. ഭയാനകമായ ഒരു ദിവസമുണ്ടല്ലോ. പടച്ചവരെ പാല് കൊടുക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടുന്ന ഒരു ദിവസമുണ്ടല്ലോ. യാ വൈലത്താ യാ ഹസ്റത്താ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് കരഞ്ഞു വിളിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചകട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. അല്ലാ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാടാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ലോ ഉദങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട് വാപ്പാ. ഇതൊന്നും കളിയല്ല, ഇതൊന്നും സാങ്കല്പിക കഥയല്ല, ആരെങ്കിലും എഴുതി വെച്ച തിരക്കഥയല്ല. അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് നിലവിളിക്കുന്ന ഒരു രാവ് നിനക്ക് വരാനുണ്ട്. അള്ളാഹു പറയുകയാ, അന്ന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട്, ഇവിടത്തെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഒരു വിഭാഗം പറക്കുകയാ. അവര് ചിറക് വെച്ചിട്ട് അവരിങ്ങനെ പറക്കുകയാണ്. അള്ളാന്റെ കോടതിയുടെ മുകളിലൂടെ പറക്കുകയാ. അവര് പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ അവിടെ നിൽക്കുന്ന മലക്ക് പോലും ചോദിക്കുകയാ. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കാവൽക്കാരനായ ഇരുവാനെന്ന മലക്ക് ചോദിക്കുന്നു, പെണ്ണേ നീ ആരാടി പൊന്നുമോളെ? അള്ളാഹുവേ, അവിടെ നിന്ന് മലക്ക് ചോദിക്കുകയാ, നീ ആരാ? അല്ല റഅയ്തു ഹിസാബ്, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു. നീ നരകം താണ്ടിയിട്ടാണോ വന്നത്? നീ നരകം താണ്ടിയിട്ടാണോ വന്നത്? സിറാത്ത് കടന്നിട്ടാണോ വന്നത്? നിനക്ക് ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? പറയണ്ടേ വാപ്പാ? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൽ നിന്ന് ഒരല്പം എൻ്റെ നാട്ടിലെ ഒരു പാവപ്പെട്ട, ആരാരും സഹായിക്കാറില്ലാത്ത ഒരു
ഒരു പൊന്നുമോളുടെ നിക്കാഹിൻ്റെന്ന് 1 ഗ്രാം സ്വർണം ഞാൻ കൊടുത്തവനാ, എനിക്ക് അല്ലാഹു തന്ന പ്രതിഫലമാ എന്ന് പറയാ നിനക്ക് കഴിയണോ? അല്ലാഹു തരുന്ന പ്രതിഫലമാണ്, അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്ന് മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മരിക്കാനുള്ള ഭാഗ്യവാ. 2 അല്ലാഹുവേ മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, നീ പരലോകത്ത് പേടിക്കണ്ട, അവിടെ കിടന്ന് നിലവിളിക്കണ്ട, അവിടെ കിടന്ന് യാചിക്കണ്ട. പടച്ചവനെ, പറവയെപ്പോലെ നിനക്ക് പറക്കാ. കരുണക്കടലായ അല്ലാ, ദയാലുവായ അല്ലാ, ഈ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആർക്കായി പ്രതിഫലം വേണ്ടത്? 3-മതൊരു പ്രതിഫലം പറയാ. ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി സഹായം നൽകിയ അല്ലാഹു തരുന്ന, ദുനിയാവിൽ തരുന്ന ഒരു പ്രതിഫലം കൂടെയുണ്ട്. ദുനിയാവിൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം കൂടെയുണ്ട്. അത് പഠിച്ചു പിരിയാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. ബാ ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ടേക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന് ബാ, ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറിയാലും കുഴപ്പമില്ല. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ബാ ബാ. കഴിഞ്ഞു. മൈക്ക് സെറ്റുകാരൻ എന്താ പറ്റിയ സൗണ്ട് വേണം? പെട്ടെന്ന് നീ കയറി അക്കരെ ഇക്കരെ നോക്കി നിന്നിട്ടൊരു കാര്യമില്ല. കയറി ഇക്കരെ കയറി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. പെട്ടെന്ന് ഇങ്ങോട്ട് വാപ്പ, എന്താ ദുആ ചെയ്യാൻ പോയില്ല, ഇങ്ങോട്ട് വാ. നനഞ്ഞാൽ കുഴപ്പമില്ല, നിന്റെ പാപം അല്ലാഹ് പുറത്തു തരും. പെട്ടെന്ന് വാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇങ്ങോട്ട് കയറി നിന്നാ മതി. പുറത്തേക്കണവരൊക്കെ അൽഹംദുലില്ലാ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 150 കോടി നന്മ കിട്ടുന്ന ഒരു നല്ല കാര്യം പഠിച്ചിട്ട് പിരിയാം. പെട്ടെന്ന് അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, അൽഹംദുലില്ലാ, നാളെ ഇവിടെ നടക്കുന്ന വിവാഹം ഡിസംബർ, അതല്ലേ കഴിഞ്ഞ വർഷം പിരിച്ചതിൻ്റെ. കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും സഹായിച്ച അതിൻ്റെ വിവാഹം ഇൻഷാ അല്ലാഹ് ഡിസംബർ 29-ാം തീയതി അൽഹംദുലില്ലാ ഇവിടെ വെച്ച് നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറു ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം 1 കൊല്ലം കൂടി ഇനിയുണ്ട്. അല്ലാഹു ആയുസ് നൽകുമാറാകട്ടെ. അല്ലാഹു ആയുസ് നൽകുമാറാകട്ടെ. ഞാനാണോ നിങ്ങളാണോ ആദ്യം പോണേന്നറിയില്ല. ആരാണെങ്കിലും അല്ലാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ ഡിസംബർ 29 പോട്ടെ. ഇനി അടുത്ത വർഷം 1 വർഷം വീണ്ടും അല്ലാഹു നമുക്ക് നൽകുകയാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു ആയുസ് തന്നാൽ, പടച്ച റബ്ബ് എനിക്ക് ആയുസ് നൽകിയാൽ, അല്ലാഹു എനിക്ക് സമ്പത്ത് നൽകിയാൽ, ഉസ്താദെ എന്നെ കൊണ്ട് കഴിയുന്നത് അടുത്ത കൊല്ലം അനസ് അടുത്ത് നിങ്ങൾ യതീമായ കുട്ടിയാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഒരു യതീമായ കുട്ടിയുടെ വിവാഹം ആവട്ടെ. എന്താ കിട്ടിയില്ലെങ്കിൽ വേറെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു ആഗ്രഹം, ഒരു യതീമായ മകളെ അടുത്ത വർഷം ഒരു യതീമായ കുട്ടിയുടെ വിവാഹം നടക്കണം. അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.
പറ, അതിൽ നല്ലതല്ലേപ്പാ? യതീമായ കുഞ്ഞിനെ കിട്ടിയ അവരുടെ തലയിൽ ഇങ്ങനെ തടകണം. യതീമായ മക്കളെ കണ്ടാൽ സ്നേഹത്തോടെ തലയിൽ തടകണം. തടകിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ കൊള്ളുന്നോ അത്രയും പാവം അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ, അടുത്ത കൊല്ലം ഇൻഷാ അല്ലാ, അടുത്ത വർഷം ഇനി വഅദ് വെച്ച് അള്ളാഹു ആയുസ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഒരു കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയാ. നിങ്ങളിൽ ആരെങ്കിലും ആ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി എന്തെങ്കിലും അല്ലാഹ് നിങ്ങൾക്ക് തന്നത് കൊടു. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യം നൽകുമാറാകട്ടെ. പറ, അള്ളാഹു ആരോഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നൊരൽപ്പം നിങ്ങൾ കൊടുത്ത അള്ളാഹ് തരുന്ന പ്രതിഫലം ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, മരിക്കുമ്പോ സ്വർഗം കാണാം. ചിരിക്കുന്നത് വെറുതെ അല്ല, അത് സ്വർഗം കണ്ടിട്ട് ചിരിക്കുന്ന. അപ്പൊ അത് മനസ്സിലാക്ക്. വഅബ്ശിറുബിൽ ജന്ന, മലക്ക് കാണിച്ചു തരും. നീ കൊണ്ടോ, നീ കൊടുത്തതിന്റെ പ്രതിഫലം. ഒരു യതീമായ കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി നീ കൊടുത്തത് ചെറുതാണെങ്കിലും അള്ളാഹ് നിനക്ക് തന്നതാടാ. നീ നോക്കിയിരി, അറിയില്ല മരണവേദന, ഇങ്ങനെ കാണിച്ചു തരും. കണ്ടു മരിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നീ എന്തെങ്കിലും കൊടുത്താൽ നാളെ പരലോകത്ത് നീ പേടിക്കണ്ട, നിന്റെ കാര്യം സേഫാ. അള്ളാന്റെ കോടതിയിൽ നീ പേടിക്കണ്ട, അവിടെ കാണും എല്ലാണും. എല്ലാ സമ്പന്നന്മാരും ഉണ്ടായിട്ട് കൊടുക്കാത്തവന്മാരും മുഴുവനും യാ വൈലത്താ, എന്റെ നാശം, എന്റെ നാശം, സ്വന്തം ശപിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം. ഉടുതുണി പോലും ഇല്ലാതെ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തെണ്ടി യാചിച്ച് നടക്കാൻ നിലവിളിക്കുന്നത് നിനക്ക് കാണാം. അന്നത്തെ ദിവസം നീ സേഫാ, നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് നീ ഉരുകണ്ടട്ടാ. ഇവിടെ പണം ഉണ്ടെങ്കിൽ വിധി നിനക്ക് വേണ്ടി തിരുത്തി എഴുതും. അവിടെ അള്ളാഹുവാണ് ജഡ്ജി, പടച്ച റബ്ബാ ജഡ്ജി. എന്തൊക്കെ ചെയ്താലും അള്ളാഹ് മാറ്റൂല മോനെ, റബ്ബ് നീതിമാനാ. ആ ദിവസം നിനക്ക് രക്ഷയുണ്ടെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മൂന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, എൻ്റെ പ്രിയമുള്ള സഹോദര, 6 അടി മണ്ണിൻ്റെ അകത്ത് സുഖിച്ച് കിടക്കാം. 6 അടി മണ്ണിൻ്റെ അകത്ത് പുഴുത്തു നാറാതെ കൊണ്ടുപോയി വെച്ചിട്ട് 3ന്റെ അന്ന് പരകെടുത്താൽ പിന്നെ മൂക്ക് പൊത്തണം. 7 ആയി കഴിഞ്ഞ പരിസരം മുഴുവനും നാറും. അള്ളാഹുവേ, അങ്ങനെ പുഴുത്ത് നാറിപ്പോകുന്നതാണ് ഖബറിന്റെ അവസ്ഥ. അള്ളാഹുവേ, ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്താൽ ഖബറിന്റെ അകത്ത് പുഴുത്ത് നാറൂല, മണ്ണ് തിന്നാനൊന്നും മടിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവി കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാം. ഈ പാവപ്പെട്ട യതീമായ മക്കൾക്ക് സദക്ക കൊടുത്താൽ അള്ളാഹു ഈ ദുനിയാവി നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലം പറയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. 5 പേര്. അള്ളാഹു നിങ്ങളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജിന് പോകാൻ കഴിയാത്തവരോട് അള്ളാഹു പറയുകയാ, നിങ്ങൾ ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്ത അല്ലാഹ് ദുനിയാവി തരുന്ന പ്രതിഫലം നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹജ്ജ് ചെയ്യാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് തരും. കാരണം അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. ഈ ഹദീസിന്റെ വിശദീകരണം എടുത്തു നോക്ക്. ഈ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ മബ്റൂർ? ഇതിനെക്കുറിച്ച് സഹാബത്ത് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തായി ഹദീസിന്റെ കിതാബുകളിൽ കാണാം. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തൈമുൽ ജിആൻ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുക. എൻ്റെ പ്രിയപ്പെട്ട, അതുകൊണ്ടാണല്ലോ കഅബാലയത്തിന്റെ മതാബില് തവാഫ് കഴിഞ്ഞിട്ട് പടച്ചവൻ ഇങ്ങനെ ഇരിക്കുന്നൊരു മഹാൻ അല്ലാഹു അവിടെ നിന്ന് ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടു, പടച്ചവനെ, ഈ കൊല്ലം ഹജ്ജിന് വന്ന ഒരാളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല. എന്നാൽ ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യന്റെ ഒരു നന്മ കാരണം ആ മനുഷ്യനും അല്ലാഹു ഹജ്ജ് ചെയ്ത പ്രതിഫലം കൊടുത്തു. എല്ലാവരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു. മഹാനവറുകൾ ഞെട്ടി ഉണർന്നു. ആരാ? പടച്ചവനെ. അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം അന്വേഷിച്ച് കണ്ടുപിടിച്ചു, ഒരു ചെരുപ്പ് കുത്തിയായ ഒരു മനുഷ്യൻ. അല്ലാഹുവേ, പടച്ചവനെ, അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്കാണ് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണമെന്ന. കയ്യിൽ പൈസയില്ല, ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് അല്പം എടുത്തു മാറ്റി വെക്കും ഹജ്ജിന് പോകാൻ.
എന്റെ പ്രിയമുള്ളവരെ, പതിറ്റാണ്ടുകളോളം ആ മനുഷ്യൻ അങ്ങനെ മാറ്റിവെച്ചു. എത്രയോ ദിവസം പട്ടിണി കിടന്നു, എത്രയോ ദിവസം ഭാര്യയും ഭർത്താവും പട്ടിണി കിടന്നു, എടുത്തില്ല. കാരണം ഹജ്ജിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാ. അവസാനം ചരിത്രം പറയുന്നു, ഹജ്ജിന് പോകാനുള്ള ഏകദേശമൊക്കെ പൈസയായി. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഒരു ദിവസം ചെരുപ്പ് കുത്തി വീട്ടിലേക്ക് കയറി വന്നപ്പോ ഭാര്യ പറഞ്ഞു അത്രേ, ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം, അതൊരു ഭർത്താവിന്റെ ബാധ്യതയാ. ഞാൻ ഒരുപാട് നാടുകൾ കൊണ്ട് നിങ്ങളോട് ഇത്തിരി ഇറച്ചി വാങ്ങിത്തരണം, ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ വാങ്ങി തന്നില്ല. എന്നാൽ ഇന്ന് അടുത്ത വീട്ടിൽ ഇറച്ചിക്കറിയാ നല്ല മണവടിക്കുന്നു, അവിടെയെങ്കിലും പോയിട്ട് ഇത്തിരി വാങ്ങിത്താ, ഞാൻ ഗർഭിണിയാ. ചെരുപ്പ് കുത്തിയായ മനുഷ്യന് വല്ലാത്ത വിഷമം വന്നു. ഭാര്യയുടെ ആഗ്രഹമാണല്ലോ, മനസ്സില്ല. മനസ്സോട് അയൽവാസിയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അവൾക്ക് ഇത്തിരി ഇറച്ചിക്കറി തരണം. ആ പെണ്ണ് പറഞ്ഞു, ഇറച്ചിക്കറി ഞാൻ തരൂല. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിച്ചു, എങ്കിൽ ഇറച്ചി വേണ്ട, ഇത്തിരി ചാറ് തന്നാ മതി. ഇത്തിരി ചാറ് ഇല്ല, തരൂല. ആ മനുഷ്യൻ ചോദിച്ചു, നീയും ഒരു പെണ്ണാ, നീയും പ്രസവിച്ചവളാ? എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണി, അവരുടെ ആഗ്രഹം ഇല്ല, ചാറ് പോലും ഞാൻ തരൂല. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിച്ചു അത്രേ, എന്തുകൊണ്ടാ നീ തരാത്തത്? എന്തുകൊണ്ട്? അതിനൊരു കാരണം പറ. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കഴിച്ചുകൂടാ. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിച്ചു, നമ്മൾ രണ്ടുപേരും മുസ്ലിമീങ്ങളാ, നിനക്ക് കഴിക്കാമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, എന്തുകൊണ്ടാ നീ തരാത്തത്? അവസാനം ഗതിയില്ലാതെ വന്നപ്പോൾ ആ പാവപ്പെട്ട സഹോദരി പറഞ്ഞു കൊടുത്തു, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എനിക്ക് മക്കളുണ്ട്, ഞങ്ങൾ ആരും സഹായിക്കുന്നില്ല, എത്രയോ നാളുകൾ കൊണ്ട് എൻ്റെ മക്കൾ ഇത്തിരി ഇറച്ചി വേണം ഉമ്മാന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയിട്ട് നാളുകളായി, എൻ്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാനുള്ള പൈസയില്ല. ഇന്ന് ഞാനിങ്ങനെ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു. ആ കഴുതയുടെ ശരീരത്തിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് കൊണ്ടുവന്ന ഇറച്ചിയ ഈ വീടിൻ്റെ അകത്ത് വേവുന്നത്, ഞാൻ എങ്ങനെ തരും നിങ്ങൾക്ക്? ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടി, തൻ്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് പതിറ്റാണ്ടുകളോളം കരുതി വെച്ച ഹജ്ജിന്റെ പൊതിയും എടുത്തുകൊണ്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ സ്നേഹനിധിയായ ഭാര്യ ചോദിച്ചു അത്ര, എവിടെ കൊണ്ടുപോകുന്നു? അയൽവാസിക്ക് കൊടുക്കാൻ കൊണ്ടുപോകുകയാ. ഭാര്യ ചോദിച്ചു, ഇത് ഹജ്ജിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാ, നമ്മൾ എത്രയോ നാളുകൾ പട്ടിണി കിടന്നിട്ട് ഇത് എടുത്തിട്ടില്ല, ഞാൻ ഗർഭിണിയായിട്ട് പോലും നിങ്ങൾ എടുക്കാതെ വെച്ചിരുന്ന പൈസയാ, ഇത് ഹജ്ജിന് പോകാനുള്ളതാ. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞു, പെണ്ണെ, എൻ്റെ അയൽവാസിയായ യതീമായ മക്കള് തിന്നാൻ ഭക്ഷണമില്ലാതെ ചത്ത കഴുതയുടെ ഇറച്ചി തിന്നുന്ന അവസ്ഥയിൽ കിടക്കുമ്പോ ഈ പൈസയും കൊണ്ട് ഞാൻ മക്കത്ത് പോയിട്ട് കാര്യമില്ല, ഞാൻ മക്കത്ത് പോകുന്നതിനേക്കാളും വലുത് ഈ പാപങ്ങളെ സഹായിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് സദക്ക കൊടുത്തപ്പോ അള്ളാഹു ആ മനുഷ്യന് ഹജ്ജ് ചെയ്ത പ്രതിഫലം കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ, അടുത്ത കൊല്ലം അള്ളാഹു നിങ്ങൾക്ക് ആയുസ് നൽകിയാൽ അൽ ഫലാഹിന്റെ മക്കൾ ഇതുപോലെ കൂടിയിട്ട് ഈ നാട്ടിലെ ഒരു യതീമായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുമ്പോൾ അള്ളാഹു എനിക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയ ഉസ്താദ്, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുക്കാം എന്നിന്ന് രാത്രി നിനക്ക് നിയ്യത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവേ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒന്ന് മുത്തിയാൽ എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്തു തരുന്ന ഹജറുൽ അസ്വദ് ഒന്ന് തൊടണ്ടേ വാപ്പ, ഒന്ന് ചുംബിക്കണ്ടേ വാപ്പ, നിന്റെ ആഗ്രഹല്ലേ അത്, നിന്റെ ആഗ്രഹം അതല്ലേ മോഹം. എന്നിവിടത്തെ പള്ളിയിൽ നിന്നിട്ട് ഞാൻ കിബിലയ്ക്ക് നേരെ നിസ്കരിക്കൂ എന്ന് നിയത്ത് ചെയ്യണ നിനക്ക് അള്ളാന്റെ കഅബ ഒന്ന് കാണണ്ടേ ഉപ്പ, എന്റെ മുന്നിൽ പോയി നിൽക്കണ്ടേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നെഞ്ചിടം ചേർത്ത് വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത കഅബയുടെ കില്ല നിനക്കൊന്ന് പിടിക്കണ്ടേ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാല് വെച്ച ആ പുണ്യസ്ഥലം മഖാമു ഇബ്രാഹിം, അതൊന്ന് കാണുകയും അതിന്റെ മുന്നിൽ പോയി നിസ്കരിക്കുകയും ചെയ്യണമെന്ന് നിനക്കില്ലേ മോഹം? ഹിജ്റ ഇസ്മായിൽ കഅബയ്ക്കകത്ത് നിസ്കരിച്ച പ്രതിഫലമല്ലേ? സ്വർണ്ണപാത്തിയുടെ താഴെ ദുആയ്ക്ക് ഇജാബത്തുണ്ടല്ലോ. എന്നും ഉംറയ്ക്കും ഹജ്ജിനും പോയിട്ട് വരുന്നവർ തരുന്ന സംസം വെള്ളം കുടിച്ചാൽ മതിയോ? ഒന്ന് പോണ്ടേ നിനക്കും? അവിടെ ചെന്ന് നിന്നിട്ട് ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വസ്ത്രവും വെച്ചിട്ട് നിനക്കൊന്ന് കോരി കുടിക്കണ്ടേ? സഫയും മർവയും മിനയും അറഫയും മുസ്തലിഫയും ഇതൊക്കെ നിനക്കൊന്ന് പോയി കാണണ്ടേ? എന്തിനവസാനം മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, മൻസാറ ഖബരി വജബത്തു ലഹു ശഫാഅത്തി, എന്റെ ഖബർ ആര് കന്ന് കാണുന്നോ
എൻ്റെ ഖബർ ആര് വന്ന് സിയാറത്ത് ചെയ്യുന്നോ അവനെ ഞാൻ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. എന്നെക്കാളും വലിയ ഭാഗ്യമുണ്ടോ മുത്തി നബിയുടെ റൗള കാണണ്ടേ? ഇങ്ങനെ പോയിട്ട് സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂല. അവിടെയാണ് ഇങ്ങനെ കണ്ണീന്ന് വീഴുന്ന കണ്ണുനീര്. മുത്തി നബിയുടെ റൗളയുടെ മുന്നിൽ പോകുമ്പോൾ ഓരോ മനുഷ്യന്മാരിങ്ങനെ സലാത്ത് പറയുന്നത് കാണുമ്പോൾ നെഞ്ചു പൊട്ടുക. ഒരു സലാം എന്ന് പറഞ്ഞ കണ്ണീന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് അൽഹംദുലില്ലാ. നിനക്ക് ആഗ്രഹമില്ലേ? ഞാനല്ലല്ലോ പറഞ്ഞേ, മുത്തി നബിയല്ലേ പറഞ്ഞ മൻസാറ ഖബരി വജബത്തു ലഹു ശഫാഅത്തി. ആരെന്റെ ഖബർ സന്ദർശിക്കുന്നു അവൻ എന്നെ ജീവനോടെ വന്ന് കണ്ടവനെ പോലെയാ. മുത്തി നബിയെ ജീവനോടെ ആ പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് മുത്തി നബിയല്ലേ പറഞ്ഞേ. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പോകാൻ പറ്റൂല വാപ്പ. നിങ്ങൾ എത്ര പേര് പോയി? ആവശ്യത്തിന് അല്ല നിങ്ങൾക്കൊക്കെ സമ്പത്ത് അല്ലെങ്കിൽ എന്തേ പോകാൻ ഇത്രയും കാലമായിട്ട്? പൈസ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, യോഗം ഇല്ല വാപ്പ. പോകണമെങ്കിൽ അതിനൊരു യോഗം വേണം. അള്ളാഹുവിന്റെ അതിഥിയാകണമെങ്കിൽ അതിനൊരു യോഗം വേണം. അതുകൊണ്ട് അള്ളാഹ് പറയുകയാ, ഈ പാവപ്പെട്ട പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി അള്ളാഹു തന്നത് നീ മൊത്തം എടുത്തോ, ഒരൽപ്പം കൂടെ, ഒരൽപ്പം 99 നീ എടുത്തോ, നിന്റെ പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്കും കൊടുത്തോ. 1% ഈ നാട്ടിലെ ഒരു യതീമായ പെൺകുട്ടിക്ക് 1 കൊല്ലം നിന്റെ മുന്നിൽ ഞാൻ വെച്ച് തരുന്നു. നിനക്ക് വേണമെങ്കിൽ കൊടുക്ക്. സദഖ എന്ന് പറയുന്നത് പിടിച്ചു പറിക്കാനുള്ളതല്ല, അതൊരു മനസ്സാ. അത് നമുക്ക് തോന്നിയാൽ കൊടുക്കാൻ പറ്റൂല, അള്ളാഹു തനിക്ക് തോന്നണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കാൻ കഴിയൂ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഞാൻ ആരെയും നിർബന്ധിച്ചു വെച്ചിട്ടില്ല. പറഞ്ഞ ചാടി എഴുന്നേറ്റ് ചോദിക്കാനും ഒന്നും ആരുമില്ല. അള്ളാഹു നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ മനസ്സ് തരുന്നുണ്ടെങ്കിൽ ഉസ്താദെ എനിക്ക് ഹജറുൽ അസ്വദ് ചുംബിക്കണം ഉസ്താദെ. കോടിക്കണക്കിന് രൂപയുള്ളവൻ പോയിട്ടും തൊടാൻ പോലും, അടുത്തൊന്ന് പോകാൻ പോലും യോഗമില്ലാത്ത എത്രയോ പേരുണ്ട്. എനിക്കവിടെ ചെന്ന് നിന്നിട്ട് എനിക്കത് ചുംബിക്കണം. എൻ്റെ പാവം മുഴുവനും ആ കല്ലിൻ്റെ അകത്ത് കഴുകിക്കളയണം. എനിക്ക് കഅബയുടെ കില്ല പിടിക്കണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം എനിക്ക് തരണം എന്ന നീയത്തോടെ ഇൻഷാ അള്ളാഹ് ഉസ്താദെ അടുത്ത കൊല്ലം നടക്കുന്ന ആ പെൺകുട്ടികളുടെ വിവാഹത്തിന് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുക്കാം. അത് 1 പവനെങ്കിൽ 1 പവൻ, 1/2 പവനെങ്കിൽ 1/2 പവൻ, 1/4 പവനെങ്കിൽ 1/4 പവൻ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അള്ളാഹു തീരുമാനിക്കട്ടെ. നിങ്ങളിൽ ആരാ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർ അള്ളാഹു തന്നെ തീരുമാനിക്കട്ടെ. പറ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഉസ്താദെ ഞാനുണ്ട്, അള്ളാഹു എനിക്ക് ആയുസ് തന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം. അടുത്ത കൊല്ലം ആരാ മനസ്സുള്ളവരൊന്ന് കൈവക്കുക. ഞാനൊന്നും പറയില്ല. നിങ്ങളിൽ ആരാണ് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നടക്കുന്ന ഇപ്പം വളരെ സാമ്പത്തികമായിട്ട് വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ മനസ്സിലൊരാഗ്രഹം 5 പവനേ ഉള്ളൂ, 50 ഇല്ല. 5 പവൻ സ്വർണം അടുത്ത കൊല്ലം നടക്കുന്ന വിവാഹത്തിൽ കൊടുക്കണമെന്ന എൻ്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഉസ്താദെ എനിക്ക് അള്ളാഹു ആയുസ് തന്നാൽ 1/2 പവൻ സ്വർണം ഞാൻ തരാം. റബ്ബെനിക്ക് ആയുസ് നൽകിയാൽ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം. അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്ക ഈ കൂട്ടത്തിന്. ആരാ ഒരാൾ ഇൻഷാ അല്ലാഹ്? ആരാ 1/2 പവൻ സ്വർണം ഇൻഷാ അല്ലാഹ്? ആരാ ഉള്ളത്? ഒന്ന് കൈവക്കിക്ക് ഇൻഷാ അല്ലാഹ്. മിണ്ടാതിരിക്കരുത്, റബ്ബ് നിങ്ങൾക്ക് തരും. പടച്ച റബ്ബ് നിങ്ങൾക്ക് തരും. എല്ലാവർക്കും അത് കൊടുക്കാൻ കഴിയണമെന്നില്ല. ആഗ്രഹമുള്ള ഒരാൾ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവക്ക്. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇൻഷാ അല്ലാഹ് കാണും ഉറപ്പായിട്ട്. 3 സ്വലാത്ത് പറ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഒരാളെ തിരഞ്ഞെടുക്കും. പറ എഴുന്നേക്ക്. അൽഹംദുലില്ലാഹ് സ്വർഗ്ഗവാസിന് കിട്ടൂല. ആരാ ഉള്ളത് ഇൻഷാ അല്ലാഹ്? 1/2 പവൻ സ്വർണം ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് തീരുമാനിക്കൊരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ പടച്ചവനെ, ഏതോ ഒരു സഹോദരി തന്റെ ശരീരത്ത് കിടന്ന ഒരു സ്വർണ്ണമോതിരം അല്ലാഹുവേ മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ റബ്ബേ തന്റെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മകളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ ഉമ്മയുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. ഖബറ് വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. ഒരുപാട് സ്വർണ്ണമിട്ടവരെടുത്തിരിക്കുമ്പോ പടച്ചവനെ ഉമ്മ പോയപ്പോ 3 കഷ്ടമ തുണിയുമായിട്ടാണ് പോയതെന്ന് നല്ല
നല്ലതുപോലെ ഉറപ്പുള്ള പൊന്നുമോളാണ് റബ്ബേ. അല്ലാ, മരിക്കുന്ന സമയത്ത് ആ പെങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. ആ പെണ്ണിന്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. മാരകമായ അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഒരു പാവപ്പെട്ട പൊന്നുമകൾക്ക് വേണ്ടിയാണ് റബ്ബേ മനസ്സ് കൊടുക്കുന്നവൻ നീയാണ് റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഇഷ്ടപ്പെട്ടവരെ നീ തിരഞ്ഞെടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാ, ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം കുലൂത്ത് കുബീർ. ഇൻഷാ അല്ലാഹ് ആരാ ഉള്ളത്? അൽഹംദുലില്ലാ, പെട്ടെന്ന് അല്ല, നവാബ് എന്ന് പറയുന്നൊരു സഹോദരൻ. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദയാലുവായ അല്ലാഹ്, പടച്ചവനെ, നൂറുകണക്കിന് പേര് ഇവിടെ ഇരിക്കുമ്പോ അരപ്പവനൊന്നുമല്ല അല്ലാ, 5 പവനും കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട് തമ്പുരാനെ. പക്ഷേ നവാബെന്ന പൊന്നുമോ റബ്ബേ നീയാണ് തെരഞ്ഞെടുത്തത്. ആരും പറയാത്ത എന്തോ ഒരു മോഹം മനസ്സിൻ്റെ അകത്തുണ്ട് റബ്ബേ. സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, പടച്ചവനെ, ഏതെങ്കിലും മറുത്തു മുറിക്കുന്ന രോഗത്തിന്റെ അണുക്കൾ ആ പാവപ്പെട്ടവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുക്കണേ റബ്ബേ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അൽഹംദുലില്ലാ. 9 വർഷമായി കുട്ടിയില്ല. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാ പറ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ പടച്ചവനെ, 9 കൊല്ലമായി റബ്ബേ, വിവാഹം കഴിഞ്ഞ് 9 കൊല്ലമായി റബ്ബേ. കരുണക്കടലായ അല്ലാ, ഒരു പാവപ്പെട്ട പൊന്നുമോളുടെ വിവാഹത്തിന് വേണ്ടി റബ്ബേ അവര് സദക്ക ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാ. അടുത്ത കൊല്ലം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ആ പാവപ്പെട്ട കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. എനിക്ക് സമ്മാനം തന്നെന്ന് നീ പറയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു, അമ്പിയാക്കള്, പടച്ചവനെ, സ്വഹാബികള്, താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അല്ലാഹുവേ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട്, പടച്ചവനെ, നിന്റെ അർശും ഖുർശും ലൗഹും കലമും ഖുർആനും സ്വർഗ്ഗവും, പടച്ചവനെ അല്ലാഹുവേ, നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് 9 കൊല്ലം കൊണ്ട് കരയുന്ന കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷവും സമാധാനവും കണ്ണിന് കുളിർമയുള്ള മക്കളെയും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരു മാസത്തിനകം 2 പേര് മരിച്ചു. ഭാര്യ, മാതാവിന്റെ വാപ്പയും ഉമ്മയും. അവർ 2 പേരുടെയും ഖബർ വിശാലതയ്ക്ക് വേണ്ടി അരപ്പവൻ കുലൂത്ത് കുബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, തന്റെ കുടുംബത്തിലെ 2 പേര് അല്ലാഹുവേ അടുത്തടുത്തായി വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായപ്പോ അല്ലാ, അവരുടെ ഖബറിന്റെ അകത്ത് പടച്ചവനെ സ്വർഗത്തിന്റെ കവാടം തുറക്കാ. പടച്ചവനെ, സദക്ക നൽകിയിരിക്കുന്നു, സ്വീകരിക്കണേ പടച്ചവന്. ആ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. കണ്ണെത്താ ദൂരം ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടത്തി ഉറക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആ പാവപ്പെട്ടവനും മരിച്ചു പോകുമ്പോ ഇതുപോലെ സദക്ക കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കുന്ന മക്കളെ കൊടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാ,
അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പേര് പറയേണ്ട ഒരു സ്വർണ്ണമോതിരം കുലൂത്ത് കുബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ്. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്. ഉസ്താദേ, ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുന്നതിന്റെ പ്രയാസം എനിക്കറിയാം. എൻ്റെ ഉപ്പയും ഒരുപാട് പട്ടിണി കിടന്നതാ ഉസ്താദേ. തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണമോതിരമല്ല, ഇതേതു ശരീരത്ത് കിടന്നോ നരകം ഹറാമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. ഒരുപാട് വേദന സഹിച്ച പെങ്ങളാ അല്ലാ, മരണവേദന നീ കുറച്ചു കൊടുക്കണേ റബ്ബേ അല്ലാ. മലക്കുകൾ സ്വർഗം കാണിച്ചു കൊടുക്കുമ്പോ ആ സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞു മരിക്കാ ആ പെങ്ങൾക്ക് ഭാഗ്യമോ കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അരപ്പവൻ വീതം ഒരാൾ കൂടെ. അൽഹംദുലില്ലാ, റഹ്മത്തു ബീബി അരപ്പവൻ, അതുപോലെ തന്നെ പേര് പറയണ്ട രണ്ടുപേര്. അൽഹംദുലില്ലാ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. കരുണക്കടലായ പടച്ചവനെ, അയ്യൂബ് നബിയുടെ ഭാര്യയുടെ പേരാണ് റഹ്മത്തു ബീബി. അല്ലാഹുവേ, ആ മഹദിയുടെ ഈമാൻ കൊടുക്കണേ അല്ലാ. ആ പൊന്നു പെങ്ങള് പടച്ചവന് ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കള് ആ പെങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പേര് പറയാത്ത ഒരാള് അല്ലാഹുവേ അരപ്പവൻ പടച്ചവനെ നിനക്കറിയാ, നീ ഇഷ്ടപ്പെട്ടവനാ അല്ലാ, നീയാണ് തെരഞ്ഞെടുത്തത്. സ്വർഗം കൊടുക്കാനുള്ളവരെ തെരഞ്ഞെടുത്ത റബ്ബേ, നിന്റെ അതിഥിയായി കഅബാലയത്തിന്റെ മുറ്റത്തെത്തിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ നീ ഭാഗ്യമോ കൊടുക്കണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാ, 2.5 പവനായി ഇത്. അൽഹംദുലില്ലാ, 2.5 കുലൂത്ത് കുബീർ. 5 പവൻ വേണം ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ, ഇനി ആരാ ഉള്ളത്? അപ്പോൾ ഒരു എന്തായി 3 4 പവൻ ഗ്രാമല്ലേ 1 പവൻ. അപ്പോൾ അൽഹംദുലില്ലാ, അപ്പോൾ അൽഹംദുലില്ലാ 3 പവനും 1 ഗ്രാമമാണ് അല്ലേ? ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.